ഷെഫ, ആ ഈ ഫോർട്ടിഫൈഡ് ഫുഡ് ഗർഭിണികളായ സ്ത്രീകൾക്ക് അപകടമെന്ന് പറയണ്ടല്ലോ, അതെന്താ അങ്ങനെ? ഫോർട്ടിഫൈഡ് ഫുഡ്സ്. ആ. ഈ ഫോർട്ടിഫൈഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ല. ഫോർട്ടിഫൈഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡില് എന്താ പറയുക, ആ നാച്ചുറൽ ആയിട്ട് അതിനകത്തുള്ളതല്ലാതെ അഡീഷണൽ ആയിട്ട് അതിന്റെ ന്യൂട്രിയൻസ് വാല്യൂ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടീൻസ്, വിറ്റാമിൻസ്, മിനറൽസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ഇതിനാണ് ഫോർട്ടിഫൈഡ് ഫുഡുകൾ എന്ന് പറയുക. ഇതിന്റെ ഒരു പ്രൈമറി ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പലതരത്തിലുള്ള ഏജ് ഗ്രൂപ്പ്സിലുള്ള ആളുകളുണ്ടല്ലോ. ഇപ്പൊ കൊച്ചുകുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ പ്രായമായവരുണ്ടാവും, അഡൽസ്, മിഡിൽ ഏജിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള പോഷക ഗുണങ്ങൾ അവരുടെ നിത്യജീവിതത്തിലെ ആഹാരത്തിലൂടെ എത്തിച്ചേരണം, അല്ലെ? അപ്പൊ ചില സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള അളവിൽ അത് എത്തത്തില്ല. ഇപ്പൊ കൊച്ചുകുട്ടികളാണെങ്കിൽ ചില സാധനങ്ങൾ കഴിക്കും, ചില സാധനങ്ങൾ കഴിക്കത്തില്ല. പ്രായമായവരാണെങ്കിൽ ചില സാധനങ്ങൾ അവർക്ക് കഴിക്കാൻ പറ്റില്ലാതെ വരും. ഇതൊരു പബ്ലിക് ഹെൽത്ത് സ്ട്രാറ്റജിയും കൂടെയാണ്, അല്ലെ? ഗവൺമെന്റ് ചില ഏജിലുള്ള ആളുകളിലേക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പോഷക ഗുണങ്ങൾ കൃത്യമായിട്ട് അളവിൽ അവർക്ക് ചെല്ലുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ അവരിലേക്ക് എത്തിക്കാറുണ്ട്. ഇപ്പം നമ്മളത് ഇപ്പോൾ കടയിൽ നിന്ന് നമ്മളൊരു പാക്കറ്റ് മേടിക്കുമ്പോഴത്തേക്കും ഫോർട്ടിഫൈഡ് ആണ് എന്ന് നമ്മളത് കാണുകയാണെങ്കിൽ അതിനകത്ത് എന്താണ് ചേർത്തിട്ടുള്ളത് നമ്മളതിൽ ആ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മളത് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ആ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മുടെ ഉള്ളിലേക്ക് അത് ചെല്ലും. ഷെഫ, ഏതൊക്കെ ആഹാരങ്ങളാണ് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ളത്? പല ആഹാരത്തിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം മിൽക്കിൽ നമുക്ക് കാണാൻ കാൽഷ്യത്തിന്റെ അളവ് അതിൽ കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ മേടിക്കുമ്പോൾ അയോഡൈസ്ഡ് സോൾട്ട് എന്ന് പറഞ്ഞ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കാണാറില്ലേ? അപ്പൊ അയോഡിൻ അതിൽ ഉണ്ടായിരിക്കും. സാധാരണ കഴിക്കുന്ന സീ സോൾട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ അയോഡിന്റെ അളവ് കൂടുതലുണ്ടായിരിക്കും. ഇപ്പൊ ഗോയിറ്റർ പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് ആ ഒരു അയോഡിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് അത് വരുന്നത്. അത് ഒഴിവാക്കാനായിട്ട് അത് പറ്റും. സീരിയൽസിൽ വിറ്റാമിൻ ഡിയും അതുപോലെ തന്നെ അയണും അതുപോലെ തന്നെ ഫോളിക് ആസിഡുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോർട്ടിഫൈ ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നീ ചോദിച്ചതിനുള്ള ഉത്തരം പറയാം. ഈ വിറ്റാമിൻ എ ഫോർട്ടിഫൈ ചെയ്ത ആഹാരത്തിൽ അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ ആണ് ഇത് കഴിക്കുന്നതെങ്കിൽ ഇവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ബർത്ത് ഡിഫക്ട്സുകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് അധികമായാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പ്രായമായിട്ടുള്ള ആളുകൾ ഇത് കഴിക്കുമ്പോഴത്തേക്കിന് അവരുടെ ഹിപ്സ് ഒക്കെ ക്രാക്ക് ആവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഈ വിറ്റാമിൻ എയുടെ അധികമായി കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പമാണ്. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കിന് അതിന്റെ ആ ഒരു മാനുഫാക്ചറിന്റെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് ആ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരത്തില്ല. അല്ലാതെ അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമൃതും വിഷമാണ്.